മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഏലിയ സ്ലീവ മൂശ കാലത്തിൻ്റെ 6ാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം ഇന്ന് പ്രവേശിച്ചിരിക്കുകയാണ്. ഒരു ക്രിസ്തു ശിഷ്യൻ തൻ്റെ ജീവിത വഴികളിൽ കടന്നു പോകേണ്ട സഹനങ്ങളെക്കുറിച്ചിട്ടും അവൻ ചുമക്കേണ്ട കുരിശുകളെക്കുറിച്ചിട്ടുമാണ് കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ വായിച്ചു കേട്ടത്. എന്നാൽ ഇന്നത്തെ സുവിശേഷത്തിലേക്ക് നാം നോക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഓരോ കുരിശുകൾക്കും അപ്പുറം ഒരു ഉദ്ധാനമുണ്ട് എന്നും ആ കുരിശുകളിലൂടെ നാം രക്ഷ നേടിയെടുക്കണമെന്നും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ. ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് മനുഷ്യരെ ശിക്ഷയ്ക്ക് വിധിക്കുവാനല്ല, മറിച്ച് രക്ഷ വീണ്ടെടുത്തു കൊടുക്കുവാനായിരുന്നു. അതിനായിട്ട് ക്രിസ്തു നമുക്ക് നൽകുന്ന ഒരു മാർഗം എന്ന് പറയുന്നത് കുരിശിൻ്റെ മാർഗമാണ്, സഹനത്തിൻ്റെ മാർഗമാണ്. ശ്രീബുദ്ധൻ മനുഷ്യരുടെ രക്ഷയ്ക്കായിട്ട് ഒരു മാർഗം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ധ്യാനത്തിൻ്റെ മാർഗമാണ്. ധ്യാനത്തിലൂടെ നാം ഓരോരുത്തരും രക്ഷ കൈവരിക്കണമെന്ന്. അതുപോലെ അഹിംസയുടെ മാർഗമാണ് ഭാരതത്തിന് രക്ഷ കൈവരിക്കുവാനായിട്ട്, അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഗാന്ധിജി നിർദ്ദേശിക്കുന്ന ഒരു മാർഗം. എന്നാൽ മനുഷ്യരുടെ രക്ഷയ്ക്കായിട്ട് ക്രിസ്തു നൽകുന്ന ഒരു മാർഗം എന്ന് പറയുന്നത് സഹനത്തിൻ്റെ മാർഗമാണ്. ക്രിസ്തുവിൻ്റെ ആ മഹത്വത്തിലേക്ക് നാം ഓരോരുത്തരും പ്രവേശിക്കണമെങ്കിൽ ഇപ്രകാരമുള്ള സഹനങ്ങളിലൂടെ നാം ഓരോരുത്തരും കടന്നു പോകേണ്ടിയിരിക്കുന്നു. ഈ ഒരു സഹനം നമ്മുടെ ജീവിതത്തിലെ, ഈ ഭൂമിയിലെ ജീവിതത്തെ മഹത്വപ്പെടുത്തുന്ന, വിശുദ്ധീകരിക്കുന്ന ഒരു ചവിട്ടുപടിയായിട്ട് മാറുകയാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഇത്രമാത്രം സഹനങ്ങളും കഷ്ടപ്പാടുകളും തരുന്നത് എന്ന് ദൈവത്തോട് പരിഭവം പറയുന്ന, ദൈവത്തോട് പരാതി പറയുന്നവരോടായിട്ട് ഈശോ പറയുകയാണ്, ഈ സഹനത്തിലൂടെ മാത്രമേ നാം ഓരോരുത്തരും രക്ഷയിലേക്ക് കടന്നു വരുന്നുള്ളൂ. ക്രിസ്തുവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാണെങ്കിൽ നമുക്കറിയാം, പരിഭവങ്ങളും പരാതികളും ഒന്നുമില്ലാത്ത ഒരു സഹന ജീവിതമാണ് ക്രിസ്തു നമുക്ക് കാണിച്ചു തരുന്നത്. ക്രിസ്തുവിൻ്റെ ആ ഒരു ദൈവിക സ്വഭാവത്തെ അനുകരിക്കുവാനായിട്ട്, ആ ഒരു ദൈവിക സ്വഭാവത്തെ മാതൃകയാക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ മുഖ്യ സന്ദേശം എന്ന് പറയുന്നത് മനുഷ്യപുത്രൻ ഉയർത്തപ്പെടണം എന്നുള്ളതാണ്. എന്നാൽ ഈ ഒരു ഉയർത്തപ്പെടൽ കുരിശിലൂടെ മാത്രമേ, അല്ലെങ്കിൽ സഹനത്തിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്ന് ഇന്നത്തെ സുവിശേഷം നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. വചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: ഞാൻ ഈ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരും എന്നിലേക്ക് ആകർഷിക്കപ്പെടുമെന്ന്. തുടർന്ന് യോഹന്നാൻ ശ്ലീഹ ഇപ്രകാരം കൂട്ടിച്ചേർക്കുകയാണ്: താൻ ഏതു തരം മരണമാണ് വരിക്കുവാൻ പോകുന്നത് എന്ന് നമുക്ക് കാണിച്ചു തരുവാനായിട്ടാണ് ക്രിസ്തു ഇപ്രകാരം പറഞ്ഞത് എന്ന്. ഈശോയുടെ കാര്യത്തിൽ ഈ ഉയർത്തപ്പെടുക എന്ന് പറയുന്നത് ക്രൂശിക്കപ്പെടുക എന്നാണ് അർത്ഥം. ഇന്നത്തെ സുവിശേഷം വ്യക്തമാക്കി തരുന്ന ഒരു കാര്യമുണ്ട്. ഈശോയുടെ ദൈവത്വം വെളിപ്പെടുന്നത് അവിടുത്തെ കുരിശുമരണത്തിലൂടെ മാത്രമല്ല, മറിച്ച് സഹനത്തിൻ്റെ വഴികളിൽ ദൈവത്തിൻ്റെ ഇഷ്ടത്തോടൊപ്പം സന്തോഷത്തോടു കൂടി ഈ സഹനങ്ങളെ ഏറ്റെടുക്കുമ്പോഴാണ് ക്രിസ്തുവിൻ്റെ സഹനം രക്ഷാകരമായിട്ട് മാറുക. ഈ ഒരു സഹനത്തിലൂടെ മാത്രമേ നാം ഓരോരുത്തരും ഉയർത്തപ്പെടുന്നുള്ളൂ, യഥാർത്ഥ സന്തോഷത്തിലേക്കും സമൃദ്ധിയിലേക്കും എത്തിപ്പെടുന്നുള്ളൂ എന്ന് ഈശോ നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ ഒരു പ്രപഞ്ചത്തിലേക്ക് തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും, മനോഹരമായ എന്തും ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് ഒത്തിരിയധികം കഷ്ടപ്പാടുകളിലൂടെയും ഇടുങ്ങിയ വാതിലുകളിലൂടെയുമാണ്. നമ്മൾ കാണുന്ന പൂക്കളായിക്കൊള്ളട്ടെ, പൂമ്പാറ്റയായിക്കൊള്ളട്ടെ, ഫലം ചൂടി നിൽക്കുന്ന ഒരു വൃക്ഷമായിക്കൊള്ളട്ടെ, അതിനൊക്കെയും പറയാനുണ്ടാകും ഇടുങ്ങിയ വാതിലുകളുടെ ഒരു കഥ. മനോഹരമായ ഒരു വിഗ്രഹത്തെ എടുത്തു നോക്കിയാലും അതിനും പറയാനുണ്ടാകും വേദനയുടെയും ക്ലേശങ്ങളുടെയും ഒരു കഥ. എന്തിനേറെ പറയുന്നു, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ നേട്ടങ്ങളിലേക്കും വളർച്ചയിലേക്കും നോക്കിയാൽ നമുക്കും പറയാനുണ്ടാകില്ലേ ഒത്തിരിയധികം സഹനങ്ങളുടെയും വേദനകളുടെയും ഒക്കെ കഥകൾ. പ്രിയമുള്ളവരെ, സഹനം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു അവസാനമല്ല. സഹനം എന്ന് പറയുന്നത് ഒരു തകർച്ചയുമല്ല, മറിച്ച് ഉയർത്തപ്പെടലിൻ്റെ ഒരു ആദ്യ പടിയാണ്. ആ ഒരു ബോധ്യത്തിലേക്കാണ് നാം ഓരോരുത്തരും ഇന്ന് വളരേണ്ടിയിരിക്കുന്നത്. നമ്മുടെ തിരുസഭയിലെ വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും ഒക്കെ ജീവിതങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. മനുഷ്യരെല്ലാവരും തന്നെ ഉയർത്തപ്പെടുമെന്നുള്ളതാണ്. ഇപ്രകാരം ഉയർത്തപ്പെടുവാനായിട്ട് നാം എന്താണ് ചെയ്യേണ്ടത്? അതിന് ഉത്തരം കണ്ടെത്തണമെങ്കിൽ പഴയ നിയമത്തിലെ ജോസഫിൻ്റെ കഥയിലേക്ക് നാം ഒന്ന് പോകേണ്ടതുണ്ട്. ഒത്തിരിയധികം സഹനങ്ങളിലൂടെ കടന്നുപോയ ഒരാളാണ് ജോസഫ്. എങ്കിലും വചനം പറയുകയാണ്, ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ദൈവം അവനെ ഉയർത്തി. സഹനത്തിൻ്റെയും കുരിശിൻ്റെയും ഒക്കെ വഴികളിലൂടെ നാം പോകുമ്പോൾ
അവയൊക്കെ രക്ഷാകരമാക്കണമെങ്കിൽ ഈ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലും ഉണ്ടാകണം. ഈ ഒരു ആഹ്വാനമാണ് ഇന്നത്തെ സുവിശേഷം നമുക്ക് ഓരോരുത്തർക്കും തരുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഓരോ സഹനങ്ങളും കുരിശുകളും നമ്മുടെ ജീവിതത്തെ ദൈവത്തിലേക്ക് കൂടുതലായിട്ട് ഉയർത്തുന്ന ഓരോ വഴികളായി മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സർവേശ്വരൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.